ദാ മിസ് കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. അപ്പം കറക്റ്റ് സമയം ചെറിയൊരു ലേറ്റ് ആയിട്ടുണ്ട്, എന്നാലും മിസ് ഇതാ കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇതാ നമ്മുടെ ലോസ് ഓഫ് മോഷൻ്റെ ലാസ്റ്റ് പാർട്ടാണ്, നമ്മുടെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്? ഫ്രിക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് പാർട്ടിലുള്ള കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ അല്ലെ വളരെ കുറച്ച് പേര് മാത്രമാണ് നമ്മളുടെ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങളുടെ നീറ്റിനും അതുപോലെ തന്നെ കീമൊക്കെ എഴുതണം അല്ലെങ്കിൽ JEE ഒക്കെ എഴുതണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് നിങ്ങളാണ് അവരെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ അവസാനത്തെ ആംഗിൾ ഓഫ് റീപോസ്, അതുപോലെ തന്നെ സർക്കുലാർ മോഷനിലുള്ള അല്ലെ ഒരു കാറിനെ സർക്കുലാർ മോഷനിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സർക്കുലാർ റോഡിലൂടെ ഒരു കാറ് പോകുന്നു, ബാങ്ക്ഡ് റോഡ്സ്, അങ്ങനെ അവസാനത്തെ കുറച്ച് ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഓൾമോസ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീഷനിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. സോ കുറേ ക്വസ്റ്റ്യൻസ് മിസ് ഇന്നും എടുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ മിസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും പുതിയ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും കാണാതെ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിക്സ് ഉണ്ട്, ഒബ്വിയസ്ലി ട്രിക്സ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു തിയറി കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മുമ്പോട്ടേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്ററിലെ ഓരോ തിയറീസും അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല പോലെ തന്നെ പഠിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യു. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ആദ്യം ചെയ്യാം. അതായത് ഫ്രിക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ അവസാനം ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നോക്കിക്കേ. എ ബ്ലോക്ക് ഓഫ് മാസ് M. ഓക്കെ, നോക്കുക ഇവിടെ എന്താണ്, ഒരു ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ മാസ് M ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ് കോണ്ടാക്ട് വിത്ത് എ കാർട്ട് C ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി ഫിഗറിൽ തന്നിട്ടുണ്ട് ഇവിടെ ഒരു കാർട്ട് ഉണ്ട്. ആ കാർട്ടിലേക്ക് ഒരു ചെറിയ ബ്ലോക്ക് ഓഫ് മാസ് M അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടതായി കാണാൻ പറ്റും അല്ലേ? The coefficient of static friction between the block and the cart is new. അതായത് ഈ കാർട്ടും അതുപോലെ തന്നെ ബ്ലോക്കിൻ്റെയും ഇടയിലുള്ള ന്യൂ ആണ്. 0. എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ന്യൂ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ, വാല്യൂ ഒന്നും തന്നിട്ടില്ല, അതാണ് ന്യൂ. അപ്പം മനസ്സിലാക്കുക, ആ കാർട്ടും അതുപോലെ തന്നെ ആ ഒരു ബ്ലോക്കിൻ്റെയും ഇടയിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ന്യൂ എന്ന് പറയുന്നത്. ദി ആക്സിലറേഷൻ ആൽഫ ഓർ ദ കാർട്ട് that will be prevent the block from falling. അതായത് ഈ കാർട്ട് ഒരു ആൽഫ ആക്സിലറേഷനിൽ മൂവ് ചെയ്യാണ് അല്ലേ? ഈ ആൽഫ ആക്സിലറേഷനിൽ എത്ര ആക്സിലറേഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ് ഈ കാർട്ട് ഇവിടെ അനങ്ങാതെ നിൽക്കുക അല്ലെങ്കിൽ താഴോട്ടേക്ക് വീഴാതെ നിൽക്കുക? സ്വാഭാവികമായിട്ടും ഈ കാർട്ട് എന്ത് ചെയ്യണം, താഴോട്ടേക്ക് വീഴാണ് വേണ്ടത്. പക്ഷേ അത് താഴോട്ടേക്ക് വീഴാതിരിക്കണമെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ ആക്സിലറേഷൻ, അഥവാ ഈ ഒരു കാർട്ട് പോകേണ്ട ആക്സിലറേഷൻ എത്രയിലായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഇവിടെ അനങ്ങാതെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ താഴോട്ടേക്ക് വീഴാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് നോക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇതൊരു ആൽഫ വെലോസിറ്റിയിൽ അങ്ങോട്ടേക്ക് ആൽഫ ആക്സിലറേഷനിൽ അങ്ങോട്ടേക്ക് പോവാണ് അല്ലേ മക്കളെ? അപ്പോൾ ഈ കാർട്ട് ആൽഫ വെലോസിറ്റിയിൽ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ ടെൻഡൻസി എങ്ങോട്ടേക്ക് പോകാനായിരിക്കും? നമുക്കറിയാം, അതിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ, നമ്മൾ സ്യൂഡോ ഫോഴ്സ് ഒക്കെ പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓപ്പോസിറ്റ് അല്ലേ, ഇത് അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിച്ചു. ഓഫ്കോഴ്സ് ഈ ബ്ലോക്ക് ബാക്കിലോട്ടേക്ക് അല്ലേ, ഒരു സാധനം മുകളിലോട്ടേക്ക്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു പേപ്പർ നമ്മുടെ മുകളിൽ വെക്കാം. അപ്പോൾ പേപ്പർ വെച്ച് നമ്മളിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ പേപ്പർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാനാണ് ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമ്മളൊരു ബസ്സിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ ബസ് മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ബാക്കോട്ടേക്കല്ലേ പോകാൻ വേണ്ടി നോക്കാം. സെയിം തിയറിയാണ് ഇവിടെ. അതായത് ഇത് ആൽഫയിൽ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇത് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്ക് ആൽഫയിൽ, അതായത് M ആൽഫ ആയിരിക്കും ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ഫോഴ്സ് ഉണ്ട്, ആരാ? N അല്ലേ? നോർമൽ റിയാക്ഷൻ ഉണ്ട്, അതിലും ആർക്കും ഡൗട്ടില്ല. ബിക്കോസ് ഇവർ നിൽക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാവുക? നമ്മളുടെ
നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ വെയിറ്റ് എങ്ങോട്ടേക്കായിരിക്കും? ഓഫ് കോഴ്സ് ഇതിൻ്റെ വെയിറ്റ് താഴോട്ടേക്കായിരിക്കും അല്ലേ, mg. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് താഴോട്ടേക്കാണ് വീഴേണ്ടത് അല്ലേ. ഇത് താഴോട്ടേക്ക് വീഴുന്നതിന് നമുക്ക് ഓപ്പോസ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഇത് താഴോട്ടേക്ക്, അതായത് ഈ ബോക്സ് താഴോട്ടേക്കാണ് വീഴേണ്ടത്. അപ്പോൾ ഈ ബോക്സ് താഴോട്ടേക്ക് വീഴുന്നതിനെ എതിർക്കാൻ ആര് വേണം? ഫ്രിക്ഷൻ വേണം. അപ്പോൾ ആ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? മുകളിലോട്ടേക്കായിരിക്കും നമ്മുടെ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ന്യൂ ഇൻറ്റു എൻ ആണ് അല്ലേ. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങോട്ടേക്ക് എം ആൽഫ, ഇങ്ങോട്ടേക്ക് നോർമൽ റിയാക്ഷൻ, താഴോട്ടേക്ക് അതിൻ്റെ വെയിറ്റ്, അതിന് ഓപ്പോസ് ചെയ്യാൻ മുകളിലേക്ക് ഫ്രിക്ഷൻ. അപ്പോൾ ഇത് അനങ്ങാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സും ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സും ഈക്വൽ ആയിരിക്കണം, താഴോട്ടേക്കുള്ള ഫോഴ്സും മുകളിലോട്ടേക്കുള്ള ഫോഴ്സും ഈക്വൽ ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? സോ ഇതിനെ ഇനി ഇക്വേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നോക്കൂ, എം ആൽഫ ഈസ് ഈക്വൽ ടു എൻ, അതുപോലെ തന്നെ എം ജി ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു എൻ. ഞാൻ എന്നിന് കൊണ്ടുപോയി എം ആൽഫ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് എം ജി ഈസ് ഈക്വൽ ടു, എന്താ മിസ് ചെയ്യുന്നത്? വേറൊന്നും ചെയ്യുന്നില്ല, ഈ എന്നിന് പകരം എം ആൽഫ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ന്യൂ എം ആൽഫ അല്ലേ. ഇനി കട്ട് ചെയ്യാനുള്ളതിനൊക്കെ പിടിച്ച് കട്ട് ചെയ്ത് ചെയ്താൽ ഇവിടെ എം ഉണ്ട്, ഇവിടെയും എം ഉണ്ട്. സോ ജി ഈസ് ഈക്വൽ ടു ന്യൂ ആൽഫ എന്ന് കിട്ടി. സോ ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ജി ബൈ ന്യൂ. അതായത് മിനിമം അല്ലേ, മിനിമം ആക്സിലറേഷൻ ജി ബൈ ന്യൂ ആണെന്നുണ്ടെങ്കിൽ അത് താഴെ വീഴില്ല അല്ലേ. നമ്മുടെ ബ്ലോക്ക് താഴെ വീഴാതിരിക്കണമെങ്കിൽ മിനിമം എത്ര ആക്സിലറേഷൻ വേണം? ജി ബൈ ന്യൂ വേണം. സോ നമുക്ക് പറയാം ആൽഫ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ബൈ ന്യൂ അല്ലെ. മിനിമം ജി ബൈ ന്യൂ വേണം, അതിൽ കൂടുതലായി കഴിഞ്ഞാലും എന്താണ്, നമ്മളുടെ ബ്ലോക്ക് താഴോട്ടേക്ക് വീഴില്ല എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഇതിലുള്ള, അതായത് ആ ബ്ലോക്കിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ എല്ലാത്തിനെയും നമ്മൾ കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു അല്ലെ. അത് റെസ്റ്റിലിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് അനങ്ങാതിരിക്കണമെങ്കിൽ, താഴോട്ടേക്ക് വീഴാതിരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ചെയ്തു. അപ്പോൾ മിസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യണം. ഓക്കെ, അപ്പം മിസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ടാണ് മിസ് പറയുന്നത് കൂടെ തന്നെ ചെയ്യണം എന്നിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. ആൽഫ എന്ന് പറയുന്നത്, അതായത് ആ ട്രെയിന് പോകുന്ന, ആ കാർട്ട് പോകുന്ന ആക്സിലറേഷൻ ജി ബൈ ന്യൂവിനേക്കാൾ കൂടുതലായിരിക്കണം. മിനിമം ജി ബൈ ന്യൂ അല്ലെങ്കിൽ അതിനേക്കാൾ. അപ്പോൾ ഏതോ ഓപ്ഷൻ? ആൽഫ ഇസ് ഗ്രേറ്റർ ദാൻ എം ജി അല്ല, ആൽഫ ഇസ് ഗ്രേറ്റർ ദാൻ, അതുമല്ല, ആൽഫ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ബൈ ന്യൂ. സോ ഓപ്ഷൻ സി ആണ്. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ വെരി ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ എന്താ പറഞ്ഞത്? on the horizontal surface of truck, a block of mass m1 kg is placed and truck is moving with an acceleration 5 meter per second square. The frictional force on the block is എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? നോക്കിക്കേ, ഒരു ട്രക്ക് അല്ലേ, ഒരു ട്രക്ക് ഉണ്ട്. ദിസ് ഇസ് ട്രക്ക് എന്ന് വിചാരിക്കാം. ഇതൊരു ട്രക്കാണ്. ഈ ട്രക്കിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ട്രക്കിൻ്റെ ഉള്ളിൽ എന്തിരിക്കുന്നുണ്ട് മക്കളെ? ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, റെഡി? ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ആ ട്രക്കിൻ്റെ അല്ലേ, ആ ട്രക്ക്, അതിൻ്റെ മാസ് അല്ലേ, ഈ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 1 kg ആണ്. ഓക്കെ, 1 kg മാസ് ആണ് ഇരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഒരു ട്രക്ക് ഉണ്ട്, ട്രക്കിൻ്റെ ഉള്ളിൽ ഒരു 1 kg മാസ് ഇരിക്കുന്നുണ്ട്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടുത്തെ ന്യൂ അല്ലേ, ഇവിടുത്തെ ന്യൂ എന്ന് പറയുന്നത് എത്രയാ? 0.6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 0.6 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നോക്കുക, ദ ട്രക്ക് ഈസ് മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ 5 meter per second. അതായത് ഈ ട്രക്ക് മുന്നോട്ടേക്ക് 5 meter per second സ്ക്വയർ ആക്സിലറേഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അനങ്ങാതിരിക്കാനുള്ള ഇവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് അനങ്ങാതിരിക്കണം അല്ലേ. അപ്പോൾ ഇത് അനങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ഫോഴ്സ് ഉണ്ടാവും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, എത്ര ഫോഴ്സ് ഉണ്ടാവുക? ഇതാ ഇവിടെ ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എവിടെയാ? താഴോട്ടേക്ക് എന്തുണ്ടായിരിക്കും? അതിൻ്റെ വെയിറ്റ്, ദാറ്റ് ഇസ് 1g. മുകളിലോട്ടേക്ക് അതിൻ്റെ നോർമൽ റിയാക്ഷൻ ആണല്ലോ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് നോക്കൂ, ഇങ്ങോട്ടേക്ക് എത്രയായിരിക്കും ഉണ്ടാവുക?
നോക്കൂ, അങ്ങോട്ടേക്ക് ആക്സിലറേഷൻ മനസ്സിലാക്കുക. ഈ ട്രക്ക് അങ്ങോട്ടേക്ക് 5 m/s² ആക്സിലറേഷനിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, 5 m/s ആക്സിലറേഷനിലാണ് അങ്ങോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ, ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം ഇങ്ങോട്ടേക്ക് എത്രയായിരിക്കും, m/5 അല്ലെ, m ആക്സിലറേഷൻ, അതായത് m ആക്സിലറേഷൻ ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ m ആക്സിലറേഷൻ ആണ് ഉണ്ടാവുക. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, m ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ മാസ് ഇസ് 1 ആൻഡ് ആക്സിലറേഷൻ ഇസ് 5 m/s² ആണ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക അല്ലേ. അപ്പോൾ m × a. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പുറത്തോട്ടേക്ക് ഇങ്ങോട്ടേക്കായിരിക്കും ആരുണ്ടാവുക, ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവുക അല്ലേ. ഇങ്ങോട്ടേക്കാണ് എന്തുണ്ടാവുക, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. റെഡി ആണല്ലോ. അപ്പോൾ ട്രക്ക് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിൻ ആണ്. അപ്പോൾ ആ ഹൊറിസോണ്ടൽ സർഫസിൻ്റെ ബ്ലോക്കിൽ എന്താ ചെയ്തിരിക്കണം, ഓൺ ദ ഹൊറിസോണ്ടൽ സർഫസ് ഓഫ് ദ ബ്ലോക്ക് ഒരു മാസ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ന്യൂ 0.6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രക്ക് ഒരു 5 m/s² ആക്സിലറേഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം, n = 1g അല്ലേ. n = 1g, അതായത് 1g എന്ന് വെച്ചാൽ 1 × 10. ഓക്കെ, ദാറ്റ് ഇസ് 10. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂ × n ആണ് അല്ലെ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ആരാ, ദാറ്റ് ഇസ് ന്യൂ × n ആണ്. അപ്പം ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് നോക്കിക്കേ, ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല 0.6 ആണ് അല്ലേ. 0.6 × 10 എന്ന് വരും അല്ലേ. 0.6 × 10 എന്ന് പറയുമ്പോൾ 6 ന്യൂട്ടൺ ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് 6 ന്യൂട്ടൺ ആണ്. ഇനി നോക്കുക, ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് എത്രയാണ്, മാസ് × ആക്സിലറേഷൻ, അതായത് 1 × ആക്സിലറേഷൻ 5 ആണ്, 5 ന്യൂട്ടൺ ആണ് ഉള്ളത്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവരും പോയിട്ട് 6 ന്യൂട്ടൺ കൊണ്ട് ഇടാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ നമ്മൾ നോക്കുമ്പോൾ 6 ന്യൂട്ടൺ ആണ്. പക്ഷേ ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് അല്ലേ, ഈ ബ്ലോക്കിലേക്ക് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആകെ എത്രയേ ഉള്ളൂ, 5 ന്യൂട്ടണേ ഉള്ളൂ. ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ് 6 ന്യൂട്ടൺ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് അനങ്ങാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഫ്രിക്ഷൻ ഇവിടെ എത്രയായിരിക്കും, ഇങ്ങോട്ടേക്ക് 5 ന്യൂട്ടൺ ആണെങ്കിൽ ഫ്രിക്ഷനും 5 ന്യൂട്ടണേ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ. 5 ന്യൂട്ടൺ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരിക്കലും 6 ന്യൂട്ടൺ കൊണ്ടുപോയിട്ട് ആൻസർ എഴുതാൻ പാടില്ല. ഇറ്റ് വിൽ ബി 5 ന്യൂട്ടൺ. ഓക്കെ, 5 ന്യൂട്ടൺ തന്നെ ആയിരിക്കും മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ഈസ് 6 ന്യൂട്ടൺ, ബട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണോ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അതേ ഫോഴ്സ് തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, ഫ്രിക്ഷൻ ഉണ്ടാവുമെങ്കിൽ അല്ലേ അത് മൂവ് ചെയ്യാതിരിക്കുള്ളൂ. ഫ്രിക്ഷൻ 6 ന്യൂട്ടൺ ആണെങ്കിൽ ബോഡി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണ്ടേ. അപ്പോൾ ഫ്രിക്ഷൻ വിൽ ഓൾവേസ് എന്താണ്, വേരി ചെയ്യും അല്ലേ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് 5 ന്യൂട്ടൺ ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സും എന്ത് തന്നെയായിരിക്കും, 5 ന്യൂട്ടൺ തന്നെയായിരിക്കും. സോ വി ഹാവ് ടു ചൂസ് ഓപ്ഷൻ എ, 5 ന്യൂട്ടൺ. മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം ചോദിക്കുന്നതാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ 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 എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, റെഡി. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ അല്ലേ മക്കളെ, വേഗം പറഞ്ഞു ഓക്കെ അല്ലേ. യെസ്. അപ്പം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻ 5 ന്യൂട്ടൺ ആയത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ആ ന്യൂ × n അല്ലേ, അപ്പോൾ ന്യൂ × n ആകുമ്പോൾ 0.6 × 10 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 0.6 × 10 ആണെങ്കിൽ അപ്പോൾ 6 ന്യൂട്ടൺ മതിയല്ലോ അല്ലേ. അപ്പോൾ 6 ന്യൂട്ടൺ ആണെങ്കിൽ വേഗം പോയിട്ട് 6 ന്യൂട്ടൺ ഓപ്ഷനിലുണ്ട്. അപ്പോൾ പോയിട്ട് എന്ത് ചെയ്യും, നമ്മളിടും, പക്ഷേ അവിടെ തെറ്റിപ്പോവും. മനസ്സിലാക്കുക, ഫ്രിക്ഷണൽ ഫോഴ്സ് 6 ന്യൂട്ടൺ ആണ്, പക്ഷേ ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് 5 ന്യൂട്ടൺ ഉള്ളെങ്കിൽ ഫ്രിക്ഷൻ വിൽ റീഅറേഞ്ച് ടു 5 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ അത് 5 ന്യൂട്ടണിലേക്ക് വരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 3 masses m1, m2 and m3 connected by a string passing over a pulley P. The mass m1 hangs freely and m2, m3 ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. Coefficient of static friction ന്യൂ ആണ്. The pulley frictionless ആണ്. The downward acceleration ആണ് ചോദിച്ചത്. അപ്പോൾ m1 താഴോട്ടേക്ക് എത്ര ആക്സിലറേഷനിലാണ് പോകുന്നത് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. m1ഉം m2ഉം m3ഉം ഒക്കെ എന്താണ്, m ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ m2യും m3യും m1ഉം ഒക്കെ ആരാണ്, m ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഇത് m തന്നെയാണ്, ഇതും m തന്നെയാണ്, ഇതും m തന്നെയാണ്. ഇനി എന്താ പറഞ്ഞത്, ഇത് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എത്ര ആക്സിലറേഷനിലാണ് ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവുക എന്നാണ് ചോദ്യം.
ഓക്കെ, അപ്പം നമുക്ക് ഇത് നോക്കിക്കേ, ഒരു സ്ട്രിങ് വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം സ്ട്രിങ് വഴി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ട്രിങ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ബോഡീസിനെ നമ്മൾ എന്താ വിളിക്കുക? കണക്റ്റഡ് ബോഡീസ് അല്ലെ? കണക്റ്റഡ് ആയിട്ടുള്ള ബോഡീസ് ആണ്. അപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള ബോഡീസിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? നമ്മുടെ പുള്ളി സിസ്റ്റം ഒക്കെ ചെയ്തപ്പോൾ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഓക്കെ, ടോട്ടൽ മാസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നമുക്കറിയാം ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇതിൻ്റെ വെയിറ്റ് mg ഉണ്ട് അല്ലേ? ആൻഡ് ഓൾസോ ഇവർ രണ്ടുപേരും അല്ലേ, ഇവരുടെ രണ്ടു പേരുടെയിലും നമുക്കറിയാം താഴോട്ടേക്ക് ആരുണ്ട്? mg ഉണ്ട് അല്ലേ? നോക്കിക്കോ, താഴോട്ടേക്ക് mg ഉണ്ട്, മുകളിലോട്ടേക്ക് n ഉണ്ട്. താഴോട്ടേക്ക് mg ഉണ്ട്, മുകളിലോട്ടേക്ക് n ഉണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിന് ഫ്രിക്ഷൻ ഇല്ലേ? നോക്കിക്കേ, ഹൊറിസോണ്ടൽ സർഫസിലാണ് ഇരിക്കുന്നത്. സോ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നമുക്കറിയാം ഈ ബോഡി മൊത്തം ആക്സലറേറ്റ് ചെയ്തു പോകുന്നത് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും അല്ലേ? ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും അല്ലെ? ഓപ്പോസിറ്റ്. കാരണം നമ്മുടെ മൂവ്മെൻറ്റ് അല്ലെ, മോഷൻ ഇങ്ങോട്ടേക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? കത്തണം കേട്ടോ, നന്നായിട്ട് കത്തണം. നിങ്ങൾ മനസ്സിലാക്കുക, വെർട്ടിക്കലായിട്ട് ഓരോ മാസിലുമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് താഴോട്ടേക്ക് mg, മുകളിലോട്ടേക്ക് നോർമൽ റിയാക്ഷൻ. ഇറ്റ് വിൽ ബി ഈക്വൽ അല്ലേ? n ഈസ് ഈക്വൽ ടു mg ആയിരിക്കും. ഇവിടെയും n ഈസ് ഈക്വൽ ടു mg തന്നെയാണ്. ഇനി ഇവിടെയുള്ള അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ന്യൂ ഇൻറ്റു n ആണ് അല്ലേ? ന്യൂ ഇൻറ്റു n ആണ്. ഇവിടെയാണെങ്കിലും ന്യൂ ഇൻറ്റു n ആണ്. നോക്കൂ, n എന്ന് പറയുന്നത് mg ആണ്. നോക്കൂ, ഇതെല്ലാം മിസ് ഇപ്പം എന്തെന്നാണ് എഴുതുന്നേ? അതേ ഫിഗർ എന്നാണ്. ഇതൊന്നും എഴുതി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഒരു എൻട്രൻസ് എക്സാമിന് അവിടെ നിന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരിക്കലും ന്യൂ ഇൻറ്റു n ആണ്, n mg ആണ്, അപ്പോൾ ന്യൂ mg ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ നേരം എഴുതാൻ നമ്മൾ പാടില്ല. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കണം ന്യൂ ഇൻറ്റു n ആണ്, n mg ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പറയാം ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ന്യൂ mg ആയിരിക്കും, ഇവിടെയും സെയിം തന്നെയായിരിക്കും ന്യൂ mg, ബിക്കോസ് രണ്ടിൻ്റെയും മാസ് സെയിം ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കെ, ഇവിടെ ടോട്ടലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഇങ്ങോട്ടേക്ക് ഒരു mg, അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ന്യൂ mg, ഇങ്ങോട്ടേക്ക് ന്യൂ mg. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ഫോഴ്സസ് ഏതൊക്കെ ഉണ്ടാവുക? ടോട്ടൽ ആയിട്ടുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് mg അല്ലേ, മൈനസ് ഇങ്ങോട്ടേക്ക് രണ്ട് പേര്. നോക്കൂ, ഇത് ഇങ്ങോട്ടേക്കും ഇത് അങ്ങോട്ടേക്കും. സോ ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സോറി, ഈക്വൽ അല്ല, ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഇത് താഴോട്ടേക്ക്, ഇത് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ ന്യൂ mg അല്ലേ? ന്യൂ mg പ്ലസ് ന്യൂ mg ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ആയിട്ടുള്ള മാസ് എത്രയാ? m പ്ലസ് m, അതായത് 3m. ഒന്നും കൂടെ പറയാം. നമ്മളിവിടെ ഷോർട്ട് കട്ടാണ് എടുത്തിട്ടുള്ളത്. ഷോർട്ട് കട്ട് എടുക്കുകയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എഫ് നെറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ ആയിട്ടുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ മാസ് താഴോട്ടേക്ക് mg ഉണ്ട് അല്ലേ? ആൻഡ് ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്കറിയാം താഴോട്ടേക്ക് അതിൻ്റെ വെയിറ്റ് mg ആണെങ്കിൽ മുകളിലോട്ടേക്ക് n ഉണ്ടാവും. n ആണ് mg, സോ ന്യൂ mg ആണ് ഇവിടുത്തെ ഫ്രിക്ഷൻ. സെയിം ഫോർ ദിസ്, രണ്ടിൻ്റെയും മാസ് സെയിം ആയതുകൊണ്ട് ഇവിടെ ന്യൂ mg ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? ന്യൂ mg തന്നെയായിരിക്കും അല്ലേ? ന്യൂ mg തന്നെയായിരിക്കും. സോ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ എന്താ വരിക? mg മൈനസ് ന്യൂ mgയും കൂട്ടിയാൽ 2 ന്യൂ mg ഡിവൈഡഡ് ബൈ 3m. എല്ലാത്തിലും m ഇല്ലേ? എമ്മിനെ കട്ട് ചെയ്യാലോ. ഇതാ ഇവിടെ m, ഇവിടെ m കട്ട് ചെയ്തു. അപ്പോൾ ബാക്കി എന്താ? ഇതിൽ രണ്ടിലും g ഉണ്ട് അല്ലേ? g ഉണ്ട്. ഒന്നും കൂടെ എഴുതാം, നോക്കിക്കോ. ദാറ്റ് ഈസ് ഈക്വൽ ടു g മൈനസ് 2 ന്യൂ g ഡിവൈഡഡ് ബൈ 3. രണ്ടിലും g ഉള്ളതുകൊണ്ട് gനെ ഞാൻ പുറത്തോട്ടേക്ക് എടുത്തു. സോ 1 മൈനസ് 2 ന്യൂ ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. എന്താണ് ആൻസർ? g ഇൻറ്റു 1 മൈനസ് ഇതല്ല, ഇതുമല്ല, g ഇൻറ്റു 1 മൈനസ് 2 ന്യൂ ഡിവൈഡ് ബൈ 3. ഇതാ ഓപ്ഷൻ സി. കണ്ട, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? ഓപ്ഷൻ ഏതാണ് കിട്ടിയത് നമുക്ക്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ വളരെ എളുപ്പമാണ്. കണക്റ്റഡ് ബോഡീസ് ആണെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആയിട്ടുള്ള മാസ് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ചിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ മക്കളെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലുള്ള അടുത്ത ക്വസ്റ്റ്യനാണ്, നോക്കിക്കേ. The coefficient of static friction μs between a block of mass 2 kg and the table shown in the figure is 0.2. What would be the maximum mass of the values of block B so that two blocks do not move? അപ്പോൾ ഈ രണ്ട് ബ്ലോക്കും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ മൂവ് ചെയ്യുന്നില്ല കേട്ടോ. മനസ്സിലാക്കാം എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു 2 kg മാസ് ഉണ്ട്, പുള്ളി വഴി നമ്മൾ വേറൊരു മാസ് ബി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബീൻ്റെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബീൻ്റെ മാസ് ഞാൻ എം എടുത്തു. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ എം ആണെന്ന് വിചാരിക്കുക, ഈ എം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവർ രണ്ടു പേരും എന്ത് ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല. അനങ്ങുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം അല്ലെ, ഇക്വിലിബ്രിയാണ്. അപ്പോൾ ഇവർ അനങ്ങുന്നില്ല. അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഇത് നോക്കിക്കേ, നമ്മുടെ എ എന്ന് പറയുന്ന ആൾ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സർഫസിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0.2 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇത് അനങ്ങുന്നില്ലെങ്കിൽ ഇവിടെയുള്ള ടോട്ടൽ ആയിട്ടുള്ള ഫോഴ്സസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ വെയിറ്റ് താഴോട്ടേക്ക് എത്ര ഉണ്ടാവും, mg ഉണ്ടാവും അല്ലേ. മുകളിലോട്ടേക്ക് ആരുണ്ടാവുക, ടെൻഷൻ ഫോഴ്സ് ഉണ്ടാവും അല്ലേ, സ്ട്രിങ് അല്ലേ. സോ ടെൻഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയും പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്കും ഒരു ടെൻഷൻ ഫോഴ്സ് ഉണ്ടാവും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യേണ്ടത് അല്ലേ, ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യേണ്ടത്. സോ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആരുണ്ടാവും, ഫ്രിക്ഷൻ ഉണ്ടാവും, ന്യൂൻ. റെഡി അല്ലേ. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ വെയിറ്റ് താഴോട്ടേക്ക് ഉണ്ടാവും. അതെത്രയാ, 2g അല്ലെങ്കിൽ 2 × 10 എത്രയാ, 20 അല്ലേ. 20 ന്യൂട്ടൺ താഴോട്ടേക്ക് ഉണ്ടാവും. അതാണ് മുകളിലോട്ടേക്കുള്ള n അല്ലേ. അപ്പോൾ n എന്ന് പറയുന്നത് നോക്കൂ, n = 20. അപ്പോൾ ന്യൂ n എന്താ വരിക, ദാറ്റ് ഈസ് ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.2 × എത്രയാ, 20 എത്രയാ, 4 അല്ലേ. അതായത് ഇങ്ങോട്ടേക്ക് 4 ന്യൂട്ടൺ ആണ് ഫോഴ്സ്, ഇങ്ങോട്ടേക്ക് 4 ന്യൂട്ടൺ ഫോഴ്സ്. അതാണ് ഇപ്പുറത്തെ ടെൻഷൻ അല്ലേ, ടെൻഷൻ. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി, ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് മനസ്സിലായി. ഇവിടെ നിന്ന് n = 20 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇവിടെ ന്യൂ എന്നിന് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് 4 ന്യൂട്ടൺ ആണ്. അതാണ് ഇപ്പുറത്തോട്ടേക്കുള്ള ടെൻഷൻ. എങ്കിൽ ഇത് മൂവ് ചെയ്യാതിരിക്കണം അല്ലെ, അനങ്ങാതിരിക്കണമെങ്കിൽ വെർട്ടിക്കൽ കമ്പോണൻസും ഹൊറിസോണ്ടൽ കമ്പോണൻസും ഈക്വൽ ആവണമല്ലോ. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണൻസിന് ഇക്വേറ്റ് ചെയ്ത പോലെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 4 = t എന്ന് വന്നു. ദാറ്റ് ഈസ് t = 4 ന്യൂട്ടൺ. ഇനി അതേപോലെ ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ എന്താ ഉള്ളത്, താഴോട്ടേക്ക് mg = t ആണ് അല്ലേ. അതും അനങ്ങാതിരിക്കണമെങ്കിൽ mgയും tയും ഈക്വൽ ആവണം. നമുക്കറിയാം m ആണ് കണ്ടുപിടിക്കേണ്ടത്. m = t/g. t എന്ന് വെച്ചാൽ 4 ആണ്, g എന്ന് വെച്ചാൽ 10 ആണ്. അപ്പോൾ എത്ര വരിക, 0.4 കിലോഗ്രാം ആയിരിക്കും മാസ്. എത്രയാ, 0.4 കിലോഗ്രാം. അപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇവർ അനങ്ങാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ, ഇവർ അനങ്ങാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ഫോഴ്സസ് ഷുഡ് ബി 0. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ വെയിറ്റ് താഴോട്ടേക്ക് 20 ന്യൂട്ടൺ, മുകളിലോട്ടേക്ക് നോർമൽ. സോ നോർമൽ 20 ന്യൂട്ടൺ എന്ന് കിട്ടി. ഫ്രിക്ഷൻ കണ്ടുപിടിച്ചു. ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ × n ആണ്. ന്യൂ 0.2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0.2 × നോർമൽ 20 ആയതുകൊണ്ട് 4 എന്ന് കിട്ടി. അതാണ് ഈ ടെൻഷൻ. കാരണം ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സാണ് ഇങ്ങോട്ടേക്ക്, അത് അനങ്ങാതെ നിൽക്കല്ലേ. അതായത് ഫ്രിക്ഷനും ടെൻഷനും ഈക്വൽ ആയിരിക്കും. ആ ടെൻഷനാണ് എന്ത്, mg. അതിനിട്ട് കൊടുത്തു. സോ നമുക്ക് എത്ര കിട്ടി, 0.4 kg എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അപ്പോൾ ഓപ്ഷൻ എത്രയാ, എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ഈസ് 0.4 kg എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? അപ്പോൾ ഫ്രിക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് പോകും. അതായത് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആംഗിൾ ഓഫ് റീപോസ്. ഓക്കെ, ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിനിൽ നമ്മൾ എന്ത് വെക്കുകയാണ്, ഒരു മാസിനെ കൊണ്ടുവച്ചു അല്ലേ. ഒരു മാസിനെ നമ്മൾ കൊണ്ടുവച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ ചെരിക്കുക. ഓക്കെ, ഒരു ആംഗിളിൽ നമ്മൾ ചെരിക്കുകയാണ്.
അപ്പോൾ ഒരു ആംഗിളിൽ നമ്മൾ ചെരിക്കുമ്പോൾ നോക്കൂ, ഇത് ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കാം അല്ലേ. ഒരു ആംഗിളിൽ നമ്മൾ ചെരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലേ, ഇത് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലേ. ഈ ബോഡി എന്ത് ചെയ്യും, താഴോട്ടേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു ഹൊറിസോണ്ടൽ സാധനത്തിന് ഇങ്ങനെ ചെരിച്ചിട്ട് ഒരു ആംഗിളിൽ എത്തുമ്പോഴാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അതായത് ഹൊറിസോണ്ടലിൽ നിന്ന് ഏതോ ഒരു ആംഗിൾ എത്തുന്ന സമയത്താണ് നമ്മുടെ ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അപ്പം സ്ലൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ആംഗിളിലെ ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസിന് നമ്മൾ വലിയൊരു ഡെറിവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടുന്ന ഒരു ഡെറിവേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ വെറുതെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത്, ഈ ഒരു മാസ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയായിരിക്കും നമുക്കറിയാം. താഴോട്ടേക്ക് ആരുണ്ടാവും, അതിൻ്റെ വെയിറ്റ് mg ഉണ്ടാവും അല്ലേ. ഇങ്ങോട്ടേക്ക് ആരുണ്ടാവും, നോർമൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, ഇപ്പുറത്തോട്ടേക്ക് നമ്മുടെ ഫ്രിക്ഷനും ഉണ്ടാവും. ബിക്കോസ് ഇത് താഴോട്ടേക്കാണ് പോകുന്നത്, സോ ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രിക്ഷൻ ഉണ്ടാവും. ഇനി ഇതാ ഈ mgനെ മിസ് കമ്പോണൻസ് എടുക്കാമെന്ന് വിചാരിക്കുക. mgയുടെ കമ്പോണൻസ് എടുത്താൽ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കമ്പോണൻസ് വരും അല്ലേ. ഇങ്ങോട്ടേക്കും കമ്പോണൻസ് വരും. ഇത് തീറ്റയാണെങ്കിൽ ദിസ് വിൽ ബി തീറ്റ അല്ലേ. ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബിക്കോസ് രണ്ട് സൈഡുകളുടെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ അവരുടെ പെർപെൻഡിക്കുലേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിളും തീറ്റയാണ്. അതായത് ഒന്നുമില്ല, ദാ ഇവരുടെ ആംഗിളിൻ്റെ ഇടയിലുള്ളത് തീറ്റയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആണ് ഇത്, അതുപോലെ ഇതിന് പെർപെൻഡിക്കുലർ ആണിത്. അപ്പോൾ ഈ ആംഗിളും തീറ്റയായിരിക്കും. ഇതാണ്, ഇത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന ആളാണ് mg cos തീറ്റ, ഇതാണ് mg sin തീറ്റ. അപ്പോൾ mg sin തീറ്റ ആക്സലറേഷനിലാണ് ഇത്. നോക്കൂ, mg sin തീറ്റ എന്ന് പറയുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഈ മാസിൻ്റെ സൈൻ തീറ്റ കമ്പോണൻസ് കാരണമാണ് ഇത് താഴോട്ടേക്ക് വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അത്രേ ഉള്ളൂ. ഇതാണ് കമ്പോണൻസ്. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുക. സോ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഡെറിവേഷൻ എക്സാമിന്, അതായത് ബോർഡ് എക്സാമിന് ചോദിക്കാറൊക്കെ ഉള്ള സാധനമാണ്. പക്ഷെ നമുക്ക് ഇവിടെ ആംഗിൾ ഓഫ് റീപോസ് റിലേറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബ്ലോക്ക് ഓഫ് മാസ് m is at rest on an inclined plane which makes an angle theta with the horizontal. The coefficient of friction between the block and the plane is nu. The frictional force acting between the surface ആണ് ചോദിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നേരത്തെ പോലെ തന്നെയാണ് അല്ലേ. ഇതാ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്, തീറ്റ ആംഗിളിൽ ഇരിക്കുന്നു, ഒരു മാസ് ഇരിക്കുന്നു. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യാം, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് കണ്ടുപിടിക്കാം. മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിൻ്റെ വെയിറ്റ് എങ്ങോട്ടേക്ക് ഉണ്ടാവും, താഴോട്ടേക്ക് mg. സെറ്റ് അല്ലേ അല്ലേ. താഴോട്ടേക്ക് അതിൻ്റെ വെയിറ്റ് mg. ആർക്കും ഡൗട്ടില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? താഴോട്ടേക്ക് mg എന്ന് പറയുന്ന ഫോഴ്സ് ഇല്ല, ഉണ്ട് എന്നൊന്നും ആർക്കും ഡൗട്ടില്ലല്ലോ. താഴോട്ടേക്ക് mg. ഇനി പെർപെൻഡിക്കുലർ ആയിട്ട് ആരുണ്ട്, നമ്മുടെ നോർമൽ റിയാക്ഷൻ അല്ലേ. പെർപെൻഡിക്കുലർ ആയിട്ട് ആരുണ്ട്, നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഇനി എന്താ ഉള്ളത് നോക്കാം. ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ എങ്ങോട്ടേക്കാണ് നമുക്കറിയാം, ഈ ബോക്സ് താഴോട്ടേക്കാണ് വരിക. സോ ഓഫ് കോഴ്സ് മുകളിലോട്ടേക്കാണ് നമ്മുടെ ഫ്രിക്ഷൻ ഉണ്ടാവുക. ദറ്റ് ഇസ് ന്യൂ ഇൻറ്റു n. ഇത് നമ്മൾ എന്താ ചെയ്തത്, ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ഇതിന് ഞാൻ എന്ത് ചെയ്തു, കമ്പോണൻസ് എടുത്തു. കമ്പോണൻസ് എടുക്കുമ്പോൾ മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ തീറ്റ. സോ ഇതെന്തായിരിക്കും, mg cos തീറ്റ. ഇതോ mg sin തീറ്റ. ഇനി മിസ്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇയാൾ അനങ്ങുന്നില്ല അല്ലേ, ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ റെസ്റ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, മുകളിലോട്ടേക്കുള്ള എന്നും താഴോട്ടേക്കുള്ള mg cos തീറ്റയും ഈക്വൽ ആണ്. അതുപോലെ തന്നെ
ഇങ്ങോട്ടേക്കുള്ള ന്യൂ എന്നും ഇങ്ങോട്ടേക്കുള്ള എം ജി സൈൻ തീറ്റയും ഈക്വൽ ആണ്. അതായത് ന്യൂ എൻ ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. അനങ്ങുന്നില്ലെങ്കിൽ ഈ ന്യൂ എൻ എന്ന് പറഞ്ഞാൽ ആരാ? ഫ്രിക്ഷൻ. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്താ? എം ജി സൈൻ തീറ്റ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാ കറക്റ്റ് ആൻസർ? ഇതാ മ്യൂ എം ജി അല്ല, മ്യൂ എം ജി സൈൻ തീറ്റ അല്ല, ഇതും അല്ല. ഓപ്ഷൻ ഡി എം ജി സൈൻ തീറ്റയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് വേറൊന്നുമല്ല, ഈ ബ്ലോക്ക് അനങ്ങാതിരിക്കണമെങ്കിൽ താഴോട്ടേക്കുള്ള എം ജി സൈൻ തീറ്റയും ഇങ്ങോട്ടേക്കുള്ള ന്യൂ എന്നും ഈക്വൽ ആയിരിക്കണം. ന്യൂ എൻ ആണ് ഫ്രിക്ഷൻ, അതായത് ഫ്രിക്ഷൻ ആയിരിക്കും ഈ എം ജി സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. സോ ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? എം ജി സൈൻ തീറ്റ എന്ന് നമുക്ക് അവിടെ നിന്ന് പറയാം. അപ്പോൾ എം ജി സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആയതുകൊണ്ടാണ് അത് കറക്റ്റ് ആയത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, നോക്കാം. Starting from the rest, a body slides down a 45-degree inclined plane is twice the time it takes to slide down in the same distance in the absence of friction. The coefficient of friction between the body and the inclined plane ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ഇവിടെ രണ്ട് സിനാരിയോസ് ആണുള്ളത് അല്ലേ? ഒന്ന് ഫ്രിക്ഷൻ ഇല്ലാത്ത കേസും ഒന്ന് ഫ്രിക്ഷൻ ഉള്ള കേസും. അപ്പോൾ ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഇത് അടുത്ത ഇൻക്ലൈൻഡ് പ്ലെയിൻ. രണ്ടും 45 ഡിഗ്രി ആണ്. രണ്ട് മാസും റെസ്റ്റിലാണ്. അല്ലേ? ഇനി എന്താ ചെയ്യണത്? ഇവർ രണ്ടുപേരും താഴോട്ടേക്ക് വരുന്നു. ഇവർ രണ്ടുപേരും താഴോട്ടേക്ക് വരികയാണ്. ഫസ്റ്റത്തെ കേസിൽ ഫ്രിക്ഷൻ ഇല്ല, ഇതിൽ ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് സെയിം ഡിസ്റ്റൻസ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും ഡിസ്റ്റൻസിലാണ് വന്നത്. അത് എസ് ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കാം. എസ് ഡിസ്റ്റൻസ് വരാൻ വേണ്ടിയിട്ട് ഇവരെടുത്ത ടൈം എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഇല്ലാത്തതിൻ്റെയും അല്ലേ ഫ്രിക്ഷൻ ഉള്ളത്, നിങ്ങൾക്കറിയാലോ ഫ്രിക്ഷൻ ഉള്ളതിലല്ലേ സമയം കൂടുതൽ എടുക്കാം. സോ ഫ്രിക്ഷനിൽ എടുത്ത ടൈം T2 ആണെന്ന് വിചാരിക്കുക, ഇതിലെടുത്ത ടൈം T1 ആണെന്ന് വിചാരിക്കുക. അതായത് ഫ്രിക്ഷൻ ഉള്ള സർഫസിൽ എടുത്ത ടൈം എന്ന് പറയുന്നത് 2 ടൈംസ് എന്താണ്? ഫ്രിക്ഷൻ ഇല്ലാത്തതിൽ എടുത്തതാണ് എന്നാണ് അർത്ഥം. ഓക്കെ, റെഡി? ഇനി നമുക്ക് ഇവിടെയുള്ള ഫോഴ്സ്, അതായത് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. താഴോട്ടേക്ക് എത്ര ആക്സിലറേഷനിലാണ് ഇത് വരിക? അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കും. താഴോട്ടേക്ക് എം ജി, ഇങ്ങോട്ടേക്ക് എൻ ഉണ്ട്, ആൻഡ് എന്താണ് ഇവിടെ ഫ്രിക്ഷൻ ഇല്ല. സോ ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കമ്പോണൻസ് എടുക്കുന്ന സമയത്ത് ഇത് തീറ്റയാവും. സോ ദിസ് വിൽ ബി എം ജി കോസ് തീറ്റ, ഇത് എം ജി സൈൻ തീറ്റ. അതായത് ഇത് എം ജി സൈൻ തീറ്റ ഫോഴ്സിലാണ് വരുന്നത്. അതായത് എം ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് എം ജി സൈൻ തീറ്റയാണ്. അതായത് എത്ര ആക്സിലറേഷനിലാണ് വരുന്നത്? ജി സൈൻ തീറ്റ ആക്സിലറേഷനിലാണ് വരുന്നത് ഫസ്റ്റത്തെ കേസിൽ. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ ആക്സിലറേഷൻ കിട്ടി ജി സൈൻ തീറ്റ, അതായത് ഫ്രിക്ഷൻ ഇല്ലാത്തത്. ഇവിടെ ആവുമ്പോൾ എന്താ ഉണ്ടാവുക? താഴോട്ടേക്ക് എം ജി, ഇങ്ങോട്ടേക്ക് എൻ ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ആരുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എടുക്കും. ഇത് മിസ് ഇത്രയും വേഗം എഴുതാനുള്ള കാരണം നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞായതുകൊണ്ടാണ്. അപ്പോൾ ദിസ് വിൽ ബി എം ജി കോസ് തീറ്റ, ഇതെന്താ? എം ജി സൈൻ തീറ്റ. അപ്പം ഇവിടെ ഇത് ഇങ്ങോട്ടേക്ക് പോകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എം ഇൻറ്റു എ എന്ന് പറയുന്നത് എം ജി സൈൻ തീറ്റ അല്ലേ? ഇങ്ങോട്ടേക്കുള്ളത് മൈനസ് ഇങ്ങോട്ടേക്കുള്ളത് അല്ലേ? ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് കൂടുതലായതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ടേക്ക് വരുന്നത്. ദറ്റ് ഈസ് ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് എം ജി സൈൻ തീറ്റ മൈനസ് ഫ്രിക്ഷൻ മൈനസ് ന്യൂ ഇൻറ്റു എൻ ആരാ? എം ജി കോസ് തീറ്റ അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എം കട്ട് ചെയ്താൽ മതി, ജി സൈൻ തീറ്റ മൈനസ് ന്യൂ ജി കോസ് തീറ്റ. ഇതാണ് രണ്ടാമത്തേൻ്റെ ആക്സിലറേഷൻ കിട്ടുക. മനസ്സിലാക്കുക, ഫസ്റ്റത്തേൽ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തു, രണ്ടാമത്തേൽ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തിട്ടില്ല. ഇനി സെയിം ഡിസ്റ്റൻസ് ആണ് ഇവർ കണക്കൂട്ടുന്നത്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാലോ എന്താ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പം റെസ്റ്റിൽ നിന്നാണ് വരുന്നത്. റെസ്റ്റിൽ നിന്ന് വരികയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അതിലാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലേ? റെസ്റ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എസ്സിന് ഇക്വേഷൻ കിട്ടും. എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2s ബൈ എ. ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2s ബൈ എ അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് നമുക്ക് ഇക്വേഷൻ എഴുതേണ്ടത് എന്താ? T1 ഈസ് ഈക്വൽ ടു T2 ഈസ് ഈക്വൽ ടു 2T1
അല്ലേ? അതാണ് ഇക്വേഷൻ. അതായത് T2 എന്ന് പറയുന്നത് 2 times T1 ആണ്. അപ്പോൾ T2 എന്തായി വരിക? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2s ഡിവൈഡഡ് ബൈ ഫ്രിക്ഷൻ്റെ ആക്സിലറേഷൻ എന്താ? G sin theta മൈനസ് ന്യൂ ജി കോസ് തീറ്റ. G sin theta മൈനസ് ന്യൂ ജി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് 2s അല്ലേ? സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് 2s തന്നെയാണ്. ആക്സിലറേഷൻ ഇവിടെ G sin theta. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും സമയം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്തത്? ഒന്ന് ഫ്രിക്ഷൻ ഉള്ള കേസ്, ഒന്ന് ഫ്രിക്ഷൻ ഇല്ലാത്ത കേസ് വെച്ചു. ഫ്രിക്ഷൻ ഉള്ള കേസ് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതി, ഫ്രിക്ഷൻ ഇല്ലാത്ത കേസ് വെച്ചിട്ടും ഇക്വേഷൻ എഴുതി, ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ S is equal to ut plus half at സ്ക്വയറിൽ നിന്ന് ടൈമിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ് കണക്കൂട്ടുന്നത് അല്ലേ? രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ് പോകുന്നത്, ആക്സിലറേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സോ അങ്ങനെ എഴുതി. ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്യാൻ പോകണം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. അപ്പോൾ എന്താ വരിക? 2s ഡിവൈഡഡ് ബൈ G sin theta മൈനസ് ന്യൂ ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ 4 ആണ്. 2s ഡിവൈഡഡ് ബൈ G sin theta. നോക്കാം, 2sഉം 2sഉം കട്ടായിപ്പോയി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ഇങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ G sin theta അല്ലേ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു G sin theta മൈനസ് ന്യൂ ജി കോസ് തീറ്റ. 4-നുള്ളിലോട്ടേക്ക് എടുക്കുക. അപ്പോൾ എന്താ വരിക? G sin theta ഇസ് ഈക്വൽ ടു 4G sin theta മൈനസ് 4 ന്യൂ ജി കോസ് തീറ്റ. നമുക്ക് ന്യൂ ആണ് വേണ്ടത്. ഇതിനിങ്ങോട്ടും ഇതിനിങ്ങോട്ടും എടുക്കാം. എന്താ ചെയ്തത്? ശ്രദ്ധിക്കുക, ഈ മൈനസ് ഇതിനിങ്ങോട്ടേക്ക് എടുക്കുക, ഇതിനിങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ എന്താ വരിക? 4 ന്യൂ ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 4G sin theta മൈനസ് G sin theta. 4G sin theta എന്ന് 1G sin theta കുറച്ചാൽ 3G sin theta. അതായത് 4 ന്യൂ ജി കോസ് തീറ്റ 4 ന്യൂ ജി കോസ് തീറ്റ അല്ലേ? ഇവിടെ ഉള്ളത് 4 ന്യൂ ജി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 3G sin തീറ്റ അല്ലേ? 3G sin തീറ്റ. അപ്പോൾ ഇവിടെ നിന്ന് ന്യൂ ഈസ് ഈക്വൽ ടു എന്താ വരിക? 4G കോസ് തീറ്റ അങ്ങോട്ടേക്ക് എടുക്കുക. ദാറ്റ് ഈസ് 3G sin തീറ്റ ഡിവൈഡഡ് ബൈ 4G കോസ് തീറ്റ. ജിയും ജിയും കട്ടായി. ദാറ്റ് ഈസ് 3/4 tan തീറ്റ. ദാറ്റ് ഈസ് 3/4 tan എത്രയാണ് തീറ്റ? 45 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? തീറ്റ ഈസ് 45 ഡിഗ്രി. ദാറ്റ് ഈസ് tan 45 1 ആണ്. അപ്പോൾ 3/4 അല്ലേ? ആൻസർ എത്രയാ? 3/4. ഓക്കെ, അപ്പോൾ 3/4 tan 45 ആണ്. കാണുന്നില്ല അല്ലേ? 3/4 tan 45 എന്ന് വരും. ദാറ്റ് ഈസ് 3/4. 3/4 എന്ന് വെച്ചാൽ എന്താ? 0.75. 0.75 ഇസ് ഓപ്ഷൻ ബി. കുറച്ച് ചെയ്യാനുണ്ട്, കുറച്ച് മനസ്സിലാക്കാനുണ്ട്. മനസ്സിലാക്കി ചെയ്താൽ തന്നെയാണ് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം അതൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി തന്നെ ചെയ്താലേ നമുക്ക് കത്തുള്ളൂ. അപ്പം അത് കത്തണം. കത്തിയോ? കത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നും കൂടെ ചെയ്ത് നോക്കുക കേട്ടോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ബാക്കോട്ടേക്ക് അടിക്കുക. ഒന്ന് ബാക്കോട്ടേക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ മിസ്സ് പറയുന്ന ഒന്ന് കേൾക്കുക. അല്ലെങ്കിൽ ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷമെങ്കിലും ഒന്നും കൂടെ നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കിയാലാണ് എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക? മനസ്സിലാവുക കേട്ടോ. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബ്ലോക്ക് along the inclined before it stopping എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ് 4 m/s. ഓക്കെ, എത്ര ഡിസ്റ്റൻസ് കഴിയുമ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇത് എത്ര കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. റെഡി ആണല്ലോ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് എവിടെ എത്തും അല്ലേ? 4 m/s ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് എത്തിയെന്ന് വിചാരിക്കാം. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇതിവിടെ എത്തുന്ന സമയത്ത് ഇതിലുള്ള ഫോഴ്സസ് എന്തൊക്കെയായിരിക്കും നമുക്കറിയാം അല്ലേ? താഴോട്ടേക്ക് അതിൻ്റെ വെയിറ്റ് എന്തുണ്ടാവും? mg ഉണ്ടാവും. ഇങ്ങോട്ടേക്ക് അതിൻ്റെ നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. സോ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യും? നമ്മളതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് തീറ്റയാണെങ്കിൽ ദിസ് വിൽ ബി mg കോസ് തീറ്റ. ഇതെന്തായിരിക്കും? mg സൈൻ തീറ്റ അല്ലേ? mg സൈൻ തീറ്റ ആയിരിക്കും ഉണ്ടാവുക. അതായത്
അല്ലേ? മുകളിലോട്ടേക്ക് n ആണ്. മനസ്സിലായോ? നമ്മൾ സാധാ പോലെ തന്നെയാണ് നമ്മൾ ചെയ്തത്. എന്താ വന്നത്? എം ജി കോസ് തീറ്റ വന്നു അല്ലേ? മറ്റേത് എം എ ഈസ് ഈക്വൽ ടു എന്ത് വന്നു? എം ജി സൈൻ തീറ്റ വന്നു. ഇങ്ങോട്ടേക്ക് ആരുണ്ടാവും? അയ്യോ, ഇങ്ങോട്ടേക്ക് ആരുണ്ടാവും? നമ്മുടെ ഫ്രിക്ഷൻ ന്യൂ എന്നും ഉണ്ടാവും അല്ലേ? അപ്പം ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? n എന്ന് പറയുന്നത് എന്താ? എം ജി കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ 37 ആണ്. സോ കോസ് 37. ഓക്കെ ആണല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? എം ജി കോസ് 37 എന്ന് പറയുന്നത് 3/5 ആണ്. ഓക്കെ, കോസ് 37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/5 ആണ് കേട്ടോ. കോസ് 37 4/5 ആണ്. സൈൻ 37 3/5 ആണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കോസ് 37 എന്ന് പറയുന്നത് എത്രയാണ്? കോസ് 37 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4/5. കോസ് 37 എന്ന് പറയുന്നത് 4/5 ആണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇതിൻ്റെ ആക്സിലറേഷൻ അല്ലേ? ഇത് പോയ ആക്സിലറേഷൻ എന്തായിരിക്കും? ഇത് പോയ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എം എ ഇസ് ഈക്വൽ ടു, നോക്കൂ, ഇത് പോയ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഇങ്ങോട്ടേക്കുള്ള എം ജി സൈൻ തീറ്റ മൈനസ് ന്യൂ ഇൻറ്റു എൻ ആണ്. ദാറ്റ് ഈസ് എം ജി കോസ് തീറ്റ. ഓക്കെ, റെഡി? അപ്പം ഇവിടെ നിന്ന് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എന്ത് വരും? ജി സൈൻ തീറ്റ മൈനസ് ന്യൂ ജി കോസ് തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എന്ന് വെച്ചാൽ 10 ആണ്. ദാറ്റ് ഈസ് 10 ഇൻറ്റു സൈൻ 37. സൈൻ 37 എന്ന് പറയുമ്പോൾ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എത്രയാ? 3/5 മൈനസ് ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 അല്ലേ? അതായത് 0.25 അല്ലേ? ശ്രദ്ധിക്കുക, 0.25 ആണ് ന്യൂ. സോ 1/4 ഇൻറ്റു ജി 10 ആണ്. കോസ് 3/5 ഇസ് 4/5. കട്ട് ചെയ്യാം. 5 2 പ്രാവശ്യം, 4 പോയി, ഇവിടെ 2. അപ്പോൾ എത്ര വന്നേ? 6 - 2, അതായത് 4 m/s² ആണ് ആക്സിലറേഷൻ. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്സിലറേഷൻ വിൽ ബി മൈനസ് ആക്സിലറേഷൻ ആയിരിക്കും. കണ്ടുപിടിക്കേണ്ടത് എന്താ? എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താ? v² is equal to u² plus 2as. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കറിയാം ഇനീഷ്യലി അല്ലേ? ഇനീഷ്യലി അത് 4 m/s² പോവുകയാണെങ്കിൽ അവസാനം അത് റെസ്റ്റിൽ അല്ലേ? അവസാനം അത് സ്റ്റോപ്പ് ചെയ്യാണ്. സോ ദിസ് വിൽ ബി 0 അല്ലേ? ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. u² എന്ന് വെച്ച് കഴിഞ്ഞാൽ 4² പ്ലസ് 2 ഇൻറ്റു 4 എത്രയാ അല്ലേ? ആക്സിലറേഷൻ ഇസ് -4 ഇൻറ്റു എസ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? -16. അതായത് മൈനസ് നോക്കിക്കോ, ഇതെങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ 0 ഇസ് ഈക്വൽ ടു 4² ഇസ് 16 മൈനസ് 8s എന്ന് വരും. അപ്പോൾ 8s ഇസ് ഈക്വൽ ടു 16 എന്ന് വരും. s ഇസ് ഈക്വൽ ടു 16/8 എന്ന് വരും. എത്രയാ? 2 മീറ്റർ എന്നാണ് വരിക. 2 മീറ്റർ. ഓക്കെ, അപ്പം എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കാം, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ n എന്ന് പറയുന്നത് എം ജി കോസ് തീറ്റ ആണെന്ന് മാത്രം ഇവിടെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സാധാ പോലെ തന്നെ നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് ആണ് എടുത്തത്. അപ്പം അവിടെ നിന്നും നമ്മളുടെ ആക്സിലറേഷൻ, അതായത് ഈ ബോഡി മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് എം ജി സൈൻ തീറ്റ മൈനസ് ന്യൂ ഇൻറ്റു എൻ ആണ്. എന്നിനാണ് ഞാൻ എം ജി കോസ് തീറ്റ ഇട്ട് കൊടുത്തത്. അതിൽ നിന്ന് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. അതിനുശേഷം v² is equal to u² plus 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതായത് വി അല്ലെ, ഫൈനലി ആ ബ്ലോക്ക് സ്റ്റോപ്പ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി ആ ബ്ലോക്ക് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ v² എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് u² എന്ന് പറയുന്നത് ഇനീഷ്യലി അത് 4 m/s വന്നിരുന്നത്. അതുകൊണ്ടാണ് മിസ് 4² എന്ന് എഴുതിയത്. ആൻഡ് പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് -4 ആണ് ഇൻറ്റു എസ്. സോ അത് ചെയ്തപ്പോൾ നമുക്ക് 2 മീറ്റർ എന്ന് കിട്ടി. അത്രയേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ സർക്കുലാർ മോഷനിലേക്ക് വരുന്നത്. സർക്കുലാർ മോഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, നമുക്കറിയാം ഒരു ബോഡി എന്താ സർക്കുലാർ മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി സർക്കിൾ ഷേപ്പിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, അഥവാ ഒരു സർക്കുലാർ പാത്തിൽ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സർക്കുലാർ മോഷൻ എന്ന് പറയാം അല്ലേ? ഒരു ബോഡി സർക്കിൾ ഷേപ്പിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അഥവാ ഒരു സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
സർക്കുലർ മോഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കറിയാം ഒരു ബോഡീനെ സർക്കുലർ ഷേപ്പിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലേക്ക് ആരുണ്ടാവും? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ? സെൻറ്ററിലേക്ക് ആരുണ്ടാവും? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. ആ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് mv²/r. ഇതാണ് ഇവിടെ നിന്ന് പഠിക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ. അതിനുശേഷം പഠിക്കേണ്ട രണ്ടാൾക്കാരാണ് സർക്കുലർ ലെവൽ റോഡും ബാങ്ക്ഡ് റോഡും. ഇത് രണ്ടും പഠിക്കണം. ഓക്കെ, സർക്കുലർ ലെവൽ റോഡിൻ്റെ മാക്സിമം വെലോസിറ്റിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. മിസ് അതെങ്ങനെ വന്നൊന്നും പറയുന്നില്ല കേട്ടോ, ഡെറിവേഷൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ന്യൂ ആർ ജി. എന്താണ്? റൂട്ട് ഓഫ് ന്യൂ ആർ ജി ആണ് എന്ത്? നമ്മളുടെ സർക്കുലർ ലെവൽ റോഡിൻ്റെ ഇക്വേഷൻ. ബാങ്ക്ഡ് റോഡിലേക്ക് വരുമ്പോഴേക്കും വി മാക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ന്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ന്യൂ എസ് ടാൻ തീറ്റ. ഇതൊരു ഇക്വേഷൻ അല്ലേ? ഒരു ബാങ്ക്ഡ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം സർക്കുലർ ലെവൽ റോഡിൽ മൂവ് ചെയ്യുമ്പോൾ സ്കിഡിങ് ഒന്നും ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ റോഡിനെ ഒന്ന് എന്ത് ചെയ്യും? ഒരു ആംഗിളിൽ റേസ് ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ ബാങ്ക്ഡ് റോഡ് എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ടാണ് മിസ് ഈ കാര്യമൊന്നും പറയാത്തത് കേട്ടോ. അപ്പോൾ ബാങ്ക്ഡ് റോഡ് അതാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട അവസാനത്തെ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതുപോലെ തന്നെ ഒപ്റ്റിമം സ്പീഡിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ടയറുകൾക്ക് തേയ്മാനമൊന്നുമില്ലാതെ അല്ലേ, നമ്മുടെ ടയറുകൾക്ക് തേയ്മാനമൊന്നുമില്ലാതെ എന്ത് ചെയ്യണം? മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ്? വെലോസിറ്റീൻ്റെ ഇക്വേഷനാണ്. ന്യൂവിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ആർ ജി ടാൻ തീറ്റ എന്ന് കിട്ടും. ഈ ഇക്വേഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ബാങ്ക്ഡ് റോഡിൻ്റെയും അതുപോലെ തന്നെ സർക്കുലർ ലെവൽ റോഡിൻ്റെയും സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഫോർ എ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ഇനി ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. എ കാർ ഈസ് നെഗോഷിയേറ്റിംഗ് എ കർവ്ഡ് റോഡ് ഓഫ് റേഡിയസ് ആർ. ദ റോഡ് ഈസ് ബാങ്ക്ഡ് അറ്റ് എൻ ആംഗിൾ തീറ്റ. ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ന്യൂ ആണ്. മാക്സിമം സേഫ് സ്പീഡ്. എന്താ മാക്സിമം സേഫ് സ്പീഡിൻ്റെ ഇക്വേഷൻ? മിസ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? ഒരു ബാങ്ക്ഡ് റോഡാണെങ്കിൽ റൂട്ട് ഓഫ് ന്യൂ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ന്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ന്യൂ എസ് ടാൻ തീറ്റ. നോക്കിക്കേ, ഏതാ ഓപ്ഷൻ? ജി ബൈ ആർ എന്നാണ്. ഇതല്ല, ജി ബൈ ആർ സ്ക്വയർ, ജി ആർ സ്ക്വയർ, ജി ആർ ഇൻറ്റു ന്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ന്യൂ എസ് ടാൻ തീറ്റ അല്ലേ? ഓപ്ഷൻ ഏതാണ്? ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കാർ ഓഫ് മാസ് എം ഈസ് മൂവിങ് ഓൺ എ ലെവൽ സർക്കുലർ റോഡ്. മനസ്സിലാക്കുക, ഇത് സർക്കുലർ ലെവൽ റോഡിൻ്റെ ഇക്വേഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? സർക്കുലർ ലെവൽ റോഡിൻ്റെ മാക്സിമം ഇക്വേഷൻ എന്താ? ന്യൂ ആർ ജി അല്ലേ? ന്യൂ എസ് ഇൻറ്റു ആർ ജി. ന്യൂ എസ് ഇൻറ്റു ആർ ജി ഏതാ? ഇവിടെ എം വന്നു, ഇതുമല്ല ഇതുമല്ല, ഓപ്ഷൻ ഡി അല്ലേ? ന്യൂ എസ് ഇൻറ്റു ആർ ജി ആണ് കേട്ടോ. ന്യൂ എസ് ഇൻറ്റു ആർ ജി ആണ് ഇക്വേഷൻ എന്ന് പഠിച്ചത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 സ്റ്റോൺസ് ഉണ്ട്. ഓക്കെ, 2 സ്റ്റോൺസ് ഓഫ് മാസ് എം ആൻഡ് 2m ആർ വേൾഡ് ഓൺ ഹൊറിസോണ്ടൽ സർക്കിൾസ്. അപ്പോൾ 2 മാസുള്ള ആൾക്കാരാണ്, അവർ ഒരു സർക്കിൾസിൽ മൂവ് ചെയ്യാണ്. ഹെവിയർ വൺ ഇനി റേഡിയസ് ആർബിറ്റ്. അപ്പോൾ നമുക്ക് 2 പേരെ മാറ്റി മാറ്റി എഴുതണം അല്ലേ? എം ഉണ്ട്, 2m ഉണ്ട്. ഓക്കെ, 2 സ്റ്റോൺസ് ആണ്, എം ഉണ്ട്, 2m ഉണ്ട്. ദ ഹെവിയർ വൺ ഈസ് ഇൻ ദ അല്ലേ? നോക്കൂ, ദ ഹെവിയർ വൺ ഇൻ എ റേഡിയസ് r/2. ഹെവിയർ വൺ എന്ന് വെച്ചാൽ 2m ആണ്, അത് r/2 റേഡിയസിലാണ്. സ്മോളർ വൺ ആറിലാണ് അല്ലേ? മാസ് 2m ആയതാണ് ഹെവിയർ വൺ, അപ്പോൾ r/2. The tangential speed of lighter one is n times the heavier one. അതായത് ഹെവിയർ വണ്ണിൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ n ടൈംസ് വെലോസിറ്റി ആണ് രണ്ടാമത്തേന്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് 2 പേർക്കും സെയിം സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് അല്ലേ? വെൻ ദേ എക്സ്പീരിയൻസ് സെയിം സെൻട്രിപിറ്റൽ ഫോഴ്സ് വാല്യൂ ഓഫ് n ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എഫ് ഓഫ് എമ്മും
എഫ് ഓഫ് 2m ഈക്വൽ ആണ്. നമുക്കറിയാം സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എം വി സ്ക്വയർ ബൈ ആർ ആണ്. അപ്പം എം ഇൻറ്റു വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ എൻ വി ആണ്. അപ്പം എൻ വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ 2m ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ ബൈ 2. അപ്പം എന്താ വരിക എം ഇൻറ്റു എൻ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു 2 മുകളിലോട്ടേക്ക് പോകും. സോ 4m വി സ്ക്വയർ ബൈ ആർ. കട്ട് ചെയ്യാനുള്ളതിനൊക്കെ പിടിച്ച് കട്ട് ചെയ്യാം. നോക്കൂ എം വി സ്ക്വയർ ആർ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എൻ ഈസ് ഈക്വൽ ടു 2 അല്ലേ. എൻ സ്ക്വയർ 4 ആണെങ്കിൽ എൻ ഈസ് 2. ദാറ്റ് ഈസ് ഓപ്ഷൻ സി അല്ലേ. ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ കാർ ഓഫ് മാസ് 1000 kg നെഗോഷിയേറ്റ് എ ബാങ്ക്ഡ് കർവ് ഓൺ റേഡിയസ് 90 meter ഇഫ് ദ ബാങ്കിങ് ഓഫ് ആംഗിൾ ഇസ് 45. സ്പീഡാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. മാസ് തന്നിട്ടുണ്ട് 1000, റേഡിയസ് തന്നിട്ടുണ്ട് 90, തീറ്റ തന്നിട്ടുണ്ട് 45. നമുക്കറിയാം വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ഇവിടെ ഫ്രിക്ഷനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കൺസിഡർ ചെയ്യണമെങ്കിൽ ഏതാ ആർ ജി ടാൻ തീറ്റ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 90 ഇൻറ്റു 10 ഇൻറ്റു ടാൻ 45 എന്ന് വരും. ടാൻ 45 1 ആണ്. സോ റൂട്ട് ഓഫ് 900 എത്രയാ 30 meter per second. 30 meter per second എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അല്ലേ. എത്രയാണ് 30 meter per second സ്ക്വയർ. ഒന്നുമില്ല, റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. അപ്പോൾ എത്രയാണ് കിട്ടിയത് ആർ ജി ടാൻ തീറ്റ കേട്ടോ. ആർ ജി ടാൻ തീറ്റയാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് നോക്കിക്കേ. എ 500 kg കാർ ടേക്സ് എ റൗണ്ട് ടേൺ ഓഫ് റേഡിയസ് 50 meter വിത്ത് വെലോസിറ്റി 36 meter per second സ്ക്വയർ. ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതാ ഇക്വേഷൻ എം വി സ്ക്വയർ ബൈ ആർ ആണ്. അപ്പോൾ ഇവിടെ പക്ഷേ വെലോസിറ്റി എന്ന് പറയുന്നത് 36 km/h ആണ് തന്നിട്ടുള്ളത്. എങ്ങനെയാണ് 36 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം? നമുക്കറിയാം 36 ഇൻറ്റു എന്ത് ചെയ്യണം 5/18 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് വരും. 2 ഇൻറ്റു 5 ഇസ് 10 meter per second അല്ലേ. 10 meter per second എന്നാണ് വരിക. അപ്പോൾ ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. മാസ് എത്രയാ 500. വെലോസിറ്റി എത്രയാ നമ്മൾ കണ്ടുപിടിച്ചു 10 ഡിവൈഡഡ് 10ൻ്റെ സ്ക്വയർ ആണ് കേട്ടോ. ഡിവൈഡഡ് ബൈ 50. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തു. 0 കട്ട് ചെയ്തു. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 10 ദാറ്റ് ഈസ് 10 ഇൻറ്റു 10 സ്ക്വയർ എന്ന് വെച്ചാൽ 100 എത്രയാ 1000 ന്യൂട്ടൺ. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഈസ് 1000 ന്യൂട്ടൺ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇന്നെല്ലാം. ഫ്രിക്ഷൻ്റെ മാത്രമാണ് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ടഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കോൺസെപ്റ്റ് വൈസ് ഇത്രയും ഈ ഒരു ടഫ്നെസ്സിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. അപ്പം നമ്മളത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പം നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇവിടെ നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് ഒരു ലൈവും കൂടെ വരുന്നതായിരിക്കും. അതായത് നാളെ കഴിഞ്ഞ് മിസ്സിൻ്റെ ലൈവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള മൊത്തം ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്സിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് സീരിയസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ, അതായത് നീറ്റ് ആണെങ്കിലും JEE ആണെങ്കിലും സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു കോച്ചിങ് എടുക്കുക. അപ്പം നീറ്റിനും കീമിനും നമുക്ക് ബാച്ച് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. സോ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, അതായത് പൃഥ്വി ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാച്ച് ഫീസ് 6,999 ആണ്. ബുക്സും കൂടെ ഉണ്ടെങ്കിൽ 8,999 ആണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ 7592092021 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. താഴെയും കാണാൻ പറ്റും. പൃഥ്വി ബാച്ചിൻ്റെ ഫീസ് 6,999 ആണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യുക വേഗം തന്നെ ജോയിൻ ചെയ്യുക എന്നാണ് മിസ് പറയാനുള്ളത്. കാരണം നമ്മൾ ഒരു എക്സാം എഴുതുമ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ കോച്ചിങ് കൊടുത്തുകൊണ്ട് തന്നെ എഴുതാം. പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക ലൈവുകളൊക്കെ കണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത്രയാണ് മിസ്സിന് പറയാനുള്ളത്. സോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സെഷനും കൂടെ വെക്കുന്നതായിരിക്കും. ടോട്ടൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെഷനും കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്ന ലൈവിലേക്ക് നിങ്ങൾ വരുമ്പോഴേക്കും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് ടോപ്പിക്കും ക്വസ്റ്റ്യൻസും ഒക്കെ ഒരു പ്രാവശ്യം കൂടെ ചെയ്തിട്ട് തന്നെ വരാം കേട്ടോ.
ഓക്കെ. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം, സാരമില്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഓക്കെ, വളരെ ഫൈനായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും തോന്നുന്നതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ പറയുന്നത്. കാരണം നമുക്ക് DPPs ഉണ്ട്. അതായത് ഒരു ചാപ്റ്റർ തന്നെ ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ ആണെങ്കിൽ നമ്മൾ 500-400 ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിക്കുക എന്നാണ് മിസ്സിന് പറയാനുള്ളത്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സെഷനിൽ വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.